normal element kaya sir slope of the normal endana ninte video aanallade minus 1 by dy by dx minus 1 by dy by dx ശരി equation of the normal endana equation of the normal അതിന്റെ തന്നെയാണ് ഞാൻ നിന്നോട് തന്നെ നോർമലിന്റെ ഇക്വേഷൻ എന്താണ് അറിയില്ല സർ അറിയില്ല അമീന ഇക്വേഷൻ ഓഫ് ദി നോർമൽ അമീന സിദ്ദി അമീന റെസ്പോൺസ് ഇല്ല സർ equation of the normal ആദിൽ മുഹമ്മദ് y minus y naught equal to m into x minus x naught. m endada Slope of normal. M is the slope of the normal. Y minus y naught equal to m into x minus x naught, where m is the slope of the normal ആണ്. ശരി, slope of the normal. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 18 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് വരും കേട്ടോ. ഉണ്ട്, കുറച്ച് ചെയ്തായിരുന്നു, ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. Question number 18. ഒന്നുകൂടെ നോക്കിക്കൊള്ളുക. For the care y equal to 4x cube minus 2x raised to 5. For the care y equal to 4x cube minus 2x raised to 5. Find all points at which tangent passes through the origin. ഒരു കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ കർവിൽ ഉള്ള പോയിന്റ്സ് കണ്ടുപിടിക്കണം. കർവിന്റെ ഇക്വേഷൻ തന്നിട്ട് ആ കർവിൽ ഉള്ള പോയിന്റ്സ് കണ്ടുപിടിക്കണം. എന്താ പറഞ്ഞേക്കണേ? ആ പോയിന്റിൽ കൂടിയുള്ള ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകണമെന്നാണ് തന്നേക്കണത്. അപ്പൊ നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു HK എന്ന പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ടാൻജന്റ് അല്ലെങ്കിൽ HK എന്ന പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. HK എന്ന പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ്, കർവിലെ പോയിന്റ് ആണ് HK, അതിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകും എന്ന് അസ്യൂം ചെയ്തു. അതിനുശേഷം സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് പോയിന്റ് അറിയാം, HK എന്ന പോയിന്റ് അറിയാം, സ്ലോപ്പും പോയിന്റും അറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ടാൻജന്റിന്റെ സ്ലോപ്പ് dy by dx കണ്ടുപിടിച്ചു. പോയിന്റ് തന്നിട്ടുണ്ട് HK ആണ്, അപ്പൊ dy by dx at HK കണ്ടുപിടിച്ചു. 12h² minus 10h⁴ എന്ന് കിട്ടി. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് എഴുതി. അപ്പൊ ആദ്യം തന്നിരിക്കുന്ന കർവിന്റെ ഇക്വേഷനിൽ നിന്ന് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടു. പോയിന്റ് HK ആയതുകൊണ്ട് HK സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് y minus y naught equal to m into x minus x naught. ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് എത്തി. പിന്നെ എന്താ പറഞ്ഞേക്കണത്? ടാൻജന്റ് പാസസ് ത്രൂ ദി ഒറിജിൻ എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ ആ ടാൻജന്റിന്റെ ഇക്വേഷനകത്ത് എക്സിനും വൈക്കും പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x equal to 0, y equal to 0. കാരണം ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകുന്നു. ടാൻജന്റിലുള്ള ഒരു പോയിന്റ് ആണ് 0, 0. ടാൻജന്റിലുള്ള എല്ലാ പോയിന്റും ടാൻജന്റിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ടാൻജന്റിലുള്ള ഒരു പോയിന്റ് ആണ് 0, 0. അതുകൊണ്ട് കണ്ടുപിടിച്ച ടാൻജന്റിനകത്ത് എക്സിനും വൈക്കും പകരം 0 എന്ന് കൊടുത്തു. ഒരു പുതിയ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇക്വേഷൻ 2 എന്ന് പേര് കൊടുത്തു. ഇവിടം വരെ എത്തിയാണ് നിൽക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ HK, നമ്മൾ എടുത്തിരിക്കുന്ന HK എന്ന് പറഞ്ഞാൽ അത് കർവിലുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ? കർവിലെ പോയിന്റ് ആണ് HK. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കർവിന്റെ ഇക്വേഷനകത്ത് H യും കൊടുക്കാൻ പറ്റും. HK ഇപ്പൊ ടാൻജന്റ് കണ്ടുപിടിച്ചു. ടാൻജന്റിലെ പോയിന്റ് ആണ് HK. ഈ HK എന്ന് പറഞ്ഞ പോയിന്റ് ടാൻജന്റിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് എവിടത്തെയും പോയിന്റ് ആയിരിക്കും? കർവിലെയും പോയിന്റ് ആയിരിക്കും. നമ്മളിപ്പോ HK-യിൽ കൂടിയാണ് ടാൻജന്റ് വരച്ചേക്കണത്. ഈ HK-യിലൂടെയാണ് ടാൻജന്റ് വരച്ചേക്കണേന്ന്. HK എന്ന പോയിന്റിലൂടെ ടാൻജന്റ് വരച്ചിരിക്കുന്നു. അപ്പൊ HK എവിടത്തെ പോയിന്റ് ആണ്? കർവിലെ പോയിന്റ് ആണ്. പറഞ്ഞു മനസ്സിലായോ? HK-യിലൂടെയാണ് ടാൻജന്റ് വരച്ചേക്കുന്നത്. അപ്പൊ HK കൂടെ ടാൻജന്റും കടന്നു പോകുന്നു. HK കർവിലുമുള്ള പോയിന്റ് ആണ്. കർവിലുള്ള പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കർവിന്റെ ഇക്വേഷനിൽ ഡയറക്റ്റ് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് ചെയ്തേ. അപ്പൊ വേറൊരു ഇക്വേഷൻ കിട്ടും. സിൻസ് HK is a point on the curve, ചെയ്തു പോലെ കേട്ടോ. സിൻസ് HK is a point on the curve
HK is a point on the curve y equal to 4x cube minus 2x raised to 5. We get എന്ത് കിട്ടും? ഈ കർവിലെ ഒരു പോയിന്റ് ആണെന്ന് HK എന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കർവിലെ പോയിന്റ് ആണ് HK എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആഷിഖ് നാസറെ? HK ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും എന്ന് പറഞ്ഞടാ? 4h cube minus 2k 4h cube minus 2k raised to 5. 2k അതെങ്ങനെയാണോ? ഒരിടത്ത് 2h raised to 5. 2h raised to 5 ഈക്വൽ ടു എന്നതാ? ഇപ്പൊ ഒരു സാധനം ഉണ്ടല്ലോ, അതാ ഇക്വേഷൻ y ഈക്വൽ ടു എന്നല്ലേ? y ഈക്വൽ ടു 4x ക്യൂബ് മൈനസ് 2x raised to 5 എന്നല്ലേ? ഇവിടെ എന്തൊരു k ഈക്വൽ ടു ഇക്വേഷൻ 3. അപ്പോൾ HK-യിലൂടെയുള്ള ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. HK എന്ന് പറയുന്നത് ആ കർവിലുള്ള പോയിന്റ് ആണ്. അപ്പൊ ആ കർവിനകത്ത് ഡയറക്റ്റ് HK കൊടുത്തു. ടാൻജന്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ HK കൊടുത്തു. ദെൻ ആ ടാൻജന്റ് 0, 0 കടന്നു പോകുന്നു. അപ്പൊ ഒരു പുതിയ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി തന്നിരിക്കുന്നത് എന്താണ്? കർവിലുള്ള ഒരു പോയിന്റ് ആണ് HK. അപ്പൊ നമ്മൾ കർവിനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? HK സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കർവിനകത്ത് HK. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിട്ടോ. ഇക്വേഷൻ 2ഉം 3ഉം കിട്ടി. നമുക്ക് HK എന്നുള്ള പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദി കർവ് എന്നാണ്. ഈ കർവിലുള്ള പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ കർവിലുള്ള പോയിന്റ് നമ്മൾ HK എന്നാണ് എടുത്തേക്കണേ. അപ്പൊ HK കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അതിനോട് ഒരു കാര്യം ചെയ്യുന്നു, ഇക്വേഷൻ 2ഉം 3ഉം. ഈ 2ന്റെയും 3യുടെയും രണ്ടിന്റെയും LHS സെയിം അല്ലേ നോക്കിയേ? 2 k ഈക്വൽ ടു എന്നാണ് പറഞ്ഞേക്കണത്. 3ഉം k ഈക്വൽ ടു. ഈ രണ്ട് ഇക്വേഷൻ സെയിം ആണ്. രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് k ആണ്. അപ്പോൾ ഫ്രം 2 and 3 നമുക്ക് എങ്ങനെ എഴുതാം? 12h cube minus 10h raised to 5. 12h cube minus 10h raised to 5 equal to 4h cube minus 2h raised to 5 എന്ന് എഴുതാം. രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡ് k ആണ്. രണ്ട് ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് k ആണ്. അപ്പൊ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് h-ന്റെ വാല്യൂസ് കിട്ടും. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? എങ്ങനെ എഴുതാം സുഫിനെ? ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാ നീ എഴുതി പോരട്ടോ. നിങ്ങൾ ഒപ്പം എഴുതി പോരെ. എങ്ങനെ സോൾവ് ചെയ്യാം? ഈ 4h ക്യൂബ് അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എന്ത് മൈനസ് അപ്പൊ എത്ര കിട്ടും പറഞ്ഞു നീ? അപ്പോ 8h ക്യൂബ്. 8h ക്യൂബ്. ശരി. ഈ 2h raised to 5 പ്രതി കൊണ്ടുവരാ. അപ്പോ പ്ലസ് പ്ലസ് 2h raised to 5 അവിടെ മൈനസ് 10h raised to 5 ഉണ്ട്. അപ്പൊ 8h 8 അല്ലേ? മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ്. മൈനസ് 8h raised to 5 എന്നാവും. ശരിയല്ലേ? 8h ക്യൂബ് മൈനസ് 8h raised to 5 എന്നാവും. ഈ രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് എന്താ ഔട്ട് സൈഡ് എടുക്കാം സാലിമേ? ഈ രണ്ട് ടേമിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് എന്ത് പുറത്തേക്ക് മാറ്റാം? ഒരിടത്ത് 8h ക്യൂബ് ഉണ്ട്, ഒരിടത്ത് 8h raised to 5 ഉണ്ട്. സാലിം പറയടാ, പെട്ടെന്നാവട്ടെ. 8 ആണോ? 8 മാത്രമാണോ കോമൺ ആയിട്ടുള്ളൂ? 8 ഒരച്ച് ഉള്ളോ? രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് എന്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. 8h ക്യൂബ് ആണ്. 8h ക്യൂബ്. ബാക്കി എന്താണെന്ന് പറഞ്ഞ്? 8h ക്യൂബ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ട്? ആദ്യത്തെ ടൈമിൽ പിന്നെ ബാക്കി എന്തുണ്ട്? ഒന്നുമില്ലെങ്കിൽ പിന്നെ നമ്മളവിടെ എന്തെന്ന് എഴുതും? 1. ശരി, 1 മൈനസ്. അടുത്തല്ലോ അടുത്തതില്
എച്ച് സ്ക്വയർ ആണ്. എച്ച് സ്ക്വയർ, അടുത്തത് എച്ച് സ്ക്വയർ ഈക്വൽ ടു 0. പിന്നെ 8h³ ഇൻറ്റു 1 മൈനസ് എച്ച് സ്ക്വയർ, അതായത് 1 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്നാണ് കേട്ടോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ്. 1 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ, 1 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയറിനെ നമുക്ക് 1 മൈനസ് എച്ച് ഇൻറ്റു 1 പ്ലസ് എച്ച് എന്നാക്കാം. 1 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ, 1 മൈനസ് എച്ച് ഇൻറ്റു 1 പ്ലസ് എച്ച് ഈക്വൽ ടു 0 ആണ് കേട്ടോ. ഇനി എങ്ങനെ വരും അടുത്ത സ്റ്റെപ്പ് അമീന? ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തൊക്കെ 0 ആകും? സാർ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ എഴുതിയേക്കുന്ന സ്റ്റെപ്പിന് മുകളിലത്തെ സ്റ്റെപ്പിലെ 8h³ 1 മൈനസ് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു, അവിടെ ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ 1? അതെ. പക്ഷേ ഇത് 1 സ്ക്വയർ ഇല്ലല്ലോ. 1 സ്ക്വയർ ഉണ്ട്. 1 സ്ക്വയർ ഇല്ലായിരുന്നല്ലോ. അതൊന്നു തന്നെയല്ലേ, അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തൊക്കെ 0 ആകും? ഈക്വൽ ടു 0 ആണെങ്കിൽ എന്നെ 0 ആണെന്നാണ്. ഈ പ്രോഡക്റ്റ് 0 ആണ്. അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? 1 മൈനസ് എച്ച് ഈക്വൽ ടു 0, 1 പ്ലസ് എച്ച് ഈക്വൽ ടു 0. 1 മൈനസ് എച്ച് ഈക്വൽ ടു 0 ആവണം. അല്ലെങ്കിൽ പ്ലസ് എച്ച് ഈക്വൽ ടു 0 ആവണം. 1 പ്ലസ് എച്ച് ഈക്വൽ ടു 0 ആണ്. വേറെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? 1 മൈനസ് എച്ച് 0 ആണെങ്കിൽ പ്രോഡക്റ്റ് 0 ആണ്. 1 പ്ലസ് എച്ച് 0 ആയാലും പ്രോഡക്റ്റ് 0 ആണ്. വേറെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോന്ന്? 8h³ 8h³ അത് 0 ആവാൻ ചാൻസ് ഉണ്ടോ? എനിക്കറിയില്ല. 8 എന്താണെങ്കിലും 0 ആവില്ല. 8 0 ആവില്ല. h 0 ആയാ ഇൻറ്റു ചെയ്യുമ്പോ 0 ആവൂലേ? ആവും. അപ്പൊ എന്ത് 0 ആവാം? 8h³ 0, h³ 0 ആവാം. h³ 0 ആകാം. h ഈക്വൽ ടു 0. h³ 0 ആണെങ്കിൽ h 0. 1 മൈനസ് h 0 ആണെങ്കിലോ അമീന എന്ത് കിട്ടും? h മൈനസ് 1 1 പ്ലസ് h 0 ആണെങ്കിൽ h എന്ത് കിട്ടും? മൈനസ് 1. അപ്പൊ h ന് 3 വാല്യൂ കിട്ടും കേട്ടോ. h ഈക്വൽ ടു 0 1 മൈനസ് 1. h ന് 3 വാല്യൂ ഉണ്ട്. h ഈക്വൽ ടു 0 1 മൈനസ് 1. കറസ്പോണ്ടിങ് ആയിട്ട് k കണ്ടുപിടിക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് k കണ്ടുപിടിക്കുക. നമുക്ക് hk എന്നുള്ള പോയിന്റ് ആണ് വേണ്ടത്. hk എന്നുള്ള പോയിന്റ് വേണം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് k ഈക്വൽ ടു മൂന്നാമത്തെ ഇക്വേഷൻ കൊടുത്തേക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് ഇൻ k ഈക്വൽ ടു ഏതെങ്കിലും ഇക്വേഷൻ കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് k ഈക്വൽ ടു 4h³ മൈനസ് 2h raised to 5. 4h³ മൈനസ് 2h raised to 5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ h ഈക്വൽ ടു 0 ആണെങ്കിൽ k എന്ത് വരും നോക്കുക. 4 into 0 മൈനസ് 2 into 0 0 വരും. h ഈക്വൽ ടു 1 ആണെങ്കിലോ അൻവറെ k എന്ത് കിട്ടൂടാ? h ഈക്വൽ ടു 1 ആണെങ്കിൽ എന്തോ k 1 കിട്ടും. നീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്, ചുമ്മാ പറയാണ്ട്. 4 into 4 minus 2. 4 minus 2 എത്രയാ? 2 കിട്ടും. ഇതൊന്ന് ചുമ്മാ ആദ്യം വേണമെന്ന് പറഞ്ഞാൽ ശരിയാവോ? അടുത്ത h ഈക്വൽ ടു മൈനസ് 1 ആണെങ്കിലോ h ഈക്വൽ ടു മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? h ഈക്വൽ ടു മൈനസ് 1 കൊടുത്താൽ അസ്ലമേ h ന് മൈനസ് 1 കൊടുത്താൽ എന്ത് സംഭവിക്കൂടാ? k യുടെ വാല്യൂ -2 ആണോ? -2 നോക്കാം. 4 into -4 അല്ലെ? -4 വരും. -2 into -1 plus 2 ആവും. -2 വരും. അപ്പൊ പോയിന്റ്സ് ഏതൊക്കെയാണ്? റിക്വേർഡ് പോയിന്റ്സ്
ഒന്ന് 0 0, അടുത്തത് 1 2, അടുത്തത് -1 -2. ഈ 3 പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകും. 0 0 1 2 -1 -2. ഈ 3 പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് ഒറിജിനിൽ കൂടി കടന്നു പോകും. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. നമ്മൾ ആ പോയിന്റ് HK എന്ന് അസ്യൂം ചെയ്തു. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് HK പോയിന്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19 ചെയ്യുന്നില്ല കേട്ടോ. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അതിനകത്ത്. നമ്മൾ ഇന്നലെ ചെയ്ത ടൈപ്പാണ്. ക്വസ്റ്റ്യൻ ചുറ്റും ഒന്ന് വായിച്ചു നോക്കിയേ. ഫൈൻഡ് പോയിന്റ്സ് ഓൺ ദി കർവ്. ആ കർവിലെ പോയിന്റ് കണ്ടുപിടിക്കണം. അറ്റ് വിച്ച് ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ ആദ്യം നമ്മൾ ആ കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് എത്രയാ ബേസിലെ? പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ടു 0. അപ്പൊ സ്ലോപ്പ് ഈക്വൽ ടു 0 എന്ന് എടുത്താൽ നമുക്ക് എക്സ് വാല്യൂസ് കിട്ടും. ആ കർവിന്റെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ വൈയും കിട്ടും. ആണോ? അങ്ങനെ പോയിന്റ് കണ്ടുപിടിക്കാം. പാരലൽ ടു എക്സ് ആക്സിസ് എന്നാണ് തന്നേക്കുന്നത്. നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് വീണ്ടും ചെയ്യാത്തത്. പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് 0 ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിലുണ്ട് ആ ടൈപ്പ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 20 ചെയ്ത് കൊടുക്കാം. ഫൈൻഡ് the equation of നോർമലിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അറ്റ് ദ പോയിന്റ് തന്നിട്ടുണ്ട്. നോർമലിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. പോയിന്റ് തന്നിട്ടുണ്ട്, കർവും തന്നിട്ടുണ്ട്. പോയിന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി നോർമൽ ഇക്വേഷൻ കാണാൻ വേണ്ടി എന്തോടെ വേണ്ടേ സുഹൈലെ? നോർമൽ ഇക്വേഷൻ നമുക്ക് പോയിന്റും പിന്നെ എന്തും വേണം? സ്ലോപ്പും കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ പോയിന്റ് തന്നിട്ടുണ്ടല്ലോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് am² am³. പോയിന്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇനി ആ പോയിന്റിലുള്ള സ്ലോപ്പ്, നോർമലിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. കർവിന്റെ ഇക്വേഷൻ ay² ഈക്വൽ ടു x³ ആണ്. ay² ഈക്വൽ ടു x³. ഓപ്പൺ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 20. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. ക്വസ്റ്റ്യൻ നമ്പർ 20, കർവ് ay² ഈക്വൽ ടു x³. ക്വസ്റ്റ്യൻ നമ്പർ 20, ay² ഈക്വൽ ടു x³ ആണ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കാണുന്ന ആദ്യം dy/dx. -1 സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കാണുമ്പോൾ എന്ത് കിട്ടും? സ്ലോപ്പ് ഓഫ് ദി നോർമൽ കിട്ടും. ആദ്യം നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് ഇത് y ഈക്വൽ ടു എന്നല്ല തന്നേക്കണം കേട്ടോ. y ഇടയ്ക്ക് കിടക്കുവാണ്, ഇംപ്ലിസിറ്റ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് dy/dx കണ്ടുപിടിക്കും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും ആൻസർ? അബുവേ, ഈ കർവിന്റെ ഇക്വേഷൻ ay² ഈക്വൽ ടു x³. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? സാർ ശരി. a കോൺസ്റ്റന്റ്, ഡെറിവേറ്റീവ് ഓഫ് y². 2y ശരിയാ. dy/dx ഈക്വൽ ടു 3x². 3x². ശരി. ഇതിനകത്ത് dy/dx എന്ത് വരും? പറയടാ. നിന്നോട് തന്നെയാ. dy/dx 3x² 2ay. ഒരു ഓർഡർ പറഞ്ഞത്, ഓർഡറിൽ എഴുതില്ല നല്ലത്. 2ay കേട്ടോ. ഇപ്പൊ കിട്ടിയേക്കുന്നത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. നമുക്കിവിടെ പോയിന്റ് നിന്നിട്ടുണ്ട് കേട്ടോ. ഏതാ പോയിന്റ്? am² am³ ആണ് പോയിന്റ്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. dy/dx അല്ലെങ്കിൽ നോർമൽ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. എവിടെയെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എവിടെ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ തന്നെ ചെയ്തേക്കാം. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx അറ്റ് am² am³ ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എന്തൊരു ആൽഡ്രനെ
Aldrin. Aldrin Aloysius. പെട്ടെന്ന് പറയടാ. 3 into am square into am cube by 2a. മനസ്സിലായില്ല 3 into എക്സിന് പകരം am ഇതിട്ട് കൊടുക്കുക. am സ്ക്വയർ. അവിടെ എക്സിന്റെ സ്ക്വയർ അല്ലേ? എക്സിന്റെ സ്ക്വയർ ഇല്ലേ? സ്ക്വയർ ബൈ സ്ക്വയർ, അതിന് സ്ക്വയർ ഇട്ട് കൊടുക്കും. അതിന്റെ സ്ക്വയർ ഇട്ട് കൊടുക്കണം. നീ ഇത് പറയേണ്ടത് എങ്ങനെയാ അറിയണേ? എം സ്ക്വയറിന്റെ സ്ക്വയർ കൊടുക്കണം. താഴെ ബൈ 2a ബൈ 2a am ക്യൂബ്. am ക്യൂബ്. ശരി. ഈക്വൽ ടു 3 എയുടെ സ്ക്വയർ എ സ്ക്വയർ, എം സ്ക്വയറിന്റെ സ്ക്വയർ എം റേസ് ടു 4, 3 എ സ്ക്വയർ എം റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2a into a സ്ക്വയർ m ക്യൂബ്. 3 by 2 a സ്ക്വയർ വെട്ടിപ്പോവും, ഒരു m വരും. 3m by 2 എന്ന് കിട്ടും. 3m by 2. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിച്ചു. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടു, പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് നോർമലിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി നോർമൽ കാണണം. സ്ലോപ്പ് ഓഫ് ദി നോർമൽ. സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ദി നോർമൽ എൽവിനെ, എൽവിൻ, സ്ലോപ്പ് ഓഫ് ദി നോർമൽ പറഞ്ഞ എൽവിനെ. കേൾക്കാൻ പാടില്ലടാ. നീ പറഞ്ഞോ. സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്ത് വരും? ആദിൽ നസീഹെ -1 by slope of tangent. -1 by സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. അത് എത്രയാണ്? -1 by 3m by 2. -1 by 3m by 2 എത്രയാവും? -2 by 3m. -2 by 3m. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി നോർമൽ കേട്ടോ. സ്ലോപ്പ് ഓഫ് ദി നോർമൽ ആയി പോയിന്റ് നമുക്കറിയാം. am സ്ക്വയർ am ക്യൂബ് ആണ് പോയിന്റ്. am സ്ക്വയർ am ക്യൂബ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി നോർമൽ അതാണ് നമ്മളോട് ചോദിച്ചത്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ കേട്ടോ. ഒന്നും കറക്റ്റ് ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം ഡയറക്റ്റാ. പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്കിവിടെ ഓൾറെഡി പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് തരാത്ത കേസിനകത്താണ് സ്ലോപ്പ് ഒക്കെ ചിലപ്പോൾ ഈക്വൽ ആണോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ അതൊക്കെയുള്ള കണ്ടീഷൻസ് തരും. അപ്പൊ നമ്മൾ പോയിന്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഇക്വേഷൻ എഴുതണം. ഇവിടെ എന്റെ ആവശ്യമില്ല, പോയിന്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദി നോർമൽ y minus y naught equal to m into x minus x naught. ഇക്വേഷൻ ഓഫ് ദ നോർമലും ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റും സെയിം ആണ് കേട്ടോ. ടാൻജന്റ് ആണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് ആകും, നോർമൽ ആണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് ആകും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തുവരും ഫാരിസെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞു ഫാരിസെ. y minus am square equal to am cube ആണ്. ശരി, എന്നാ am cube y minus am cube equal to -2 by 3m -2 by 3m into am minus am square. x minus am square. ശരി, ഇത് മതി. വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളുക. നമ്പർ ഒന്നും അല്ലല്ലോ. നമ്പർ ഒന്നും അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. നമ്പറൊക്കെ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക കേട്ടോ. നമ്പർ ഒന്നും അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല.
എല്ലാം ഒരേപോലത്തേക്കാണ്, എന്നാലും അധികം ഒഴിവാക്കണില്ല കേട്ടോ. 21 ചെയ്യാം. 22 നമുക്ക് ഒഴിവാക്കാം. 21 ചെയ്തേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. ക്വസ്റ്റ്യൻ നമ്പർ 21 വായിച്ചേ. Find equation of normal to the curve. ആ കർവിന്റെ നോർമലിന്റെ ഇക്വേഷൻ കാണണം. ഇപ്പൊ കണ്ടതുപോലെ ഇവിടെ പോയിന്റ് തന്നിട്ടുണ്ടോ നോക്കി. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് നമ്മൾ നോർമൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് പോയിന്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഫൈസേ? ഇവിടെ പോയിന്റ് തന്നിട്ടുണ്ടോ? ഇല്ല. പകരം എന്താ തന്നേക്കണത്? അപ്പൊ ആ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? അപ്പൊ ആ കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് കിട്ടണം? ഗോടാ, അതിന് വേണ്ടിയിട്ട് നോർമൽ കിട്ടാൻ വേണ്ടി നമുക്ക് സ്ലോപ്പ് വേണ്ടേ? സ്ലോപ്പും വേണം, പോയിന്റും വേണം അല്ലേ? ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. സ്ലോപ്പും പോയിന്റും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്ലോപ്പും പോയിന്റും ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അത് രണ്ടും ഡയറക്റ്റ് തന്നിട്ടില്ല കേട്ടോ. രണ്ടും ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആ സ്ലോപ്പും പോയിന്റും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി നോർമൽ ടു ദി കർവ് വിച്ച് ആർ പാരലൽ ടു ദിസ് ലൈൻ. ഒരു ലൈനിന് പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ആ കർവിന്റെ ഇക്വേഷനകത്ത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്, സ്ലോപ്പ് ഓഫ് ദി നോർമൽ കാണാം. കർവിന്റെ ഇക്വേഷനകത്ത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റും സ്ലോപ്പ് ഓഫ് ദി നോർമലും കണ്ടുപിടിച്ച് പോയിന്റ് തന്നിട്ടില്ല, സ്ലോപ്പും തന്നിട്ടില്ല. അപ്പൊ നോർമലിന്റെയും ടാൻജന്റിന്റെയും ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് പോയിന്റും വേണം, സ്ലോപ്പും വേണം. തരാത്ത സ്ഥിതിക്ക് തന്നേക്കണ കണ്ടീഷൻ വെച്ചുകൊണ്ട് അത് കണ്ടുപിടിക്കണം. ചെയ്തു തുടങ്ങിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 21. കർവ് y equal to x cube plus 2x plus 6. Slope of tangent. Tangent in the slope. Slope of the tangent. And the slope of the tangent. And the omega. Slope of the tangent. Omega. dy by dx. പറഞ്ഞു dy by dx. കേട്ടില്ല. Slope of the tangent. നിങ്ങൾക്ക് ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? കേൾക്കാൻ പാടില്ലല്ലോ. കൈലാസ, dy by dx is equal to 3x square plus 2 plus 0. ശരി, 3x square plus 2. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കേട്ടോ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. അപ്പൊ സ്ലോപ്പ് ഓഫ് ദി നോർമലോ? കൈലാസ, സ്ലോപ്പ് ഓഫ് ദി നോർമൽ പറഞ്ഞേ. -1 by അതല്ല. -1 by ഏതാ പറഞ്ഞോ നീ? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. അത് എത്രയാ? 3x square plus 2. ശരി, സ്ലോപ്പ് ഓഫ് ദി നോർമൽ ആയി. നമുക്ക് എന്താ തന്നേക്കണെന്ന് നോക്കി ക്വസ്റ്റിനകത്ത്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി നോർമൽ. നോർമൽ ടു ദി കർവ്. ഈ കർവിന്റെ നോർമലിന്റെ ഇക്വേഷൻ കാണണം. വിച്ച് ആർ പാരലൽ ടു. വിച്ച് ആർ പാരലൽ ടു അതായത് ഉദ്ദേശിക്കുന്നത് നോർമൽ കേട്ടോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി നോർമൽ ടു ദി കർവ് വിച്ച് ആർ പാരലൽ ടു ദി ലൈൻ. അതായത് നോർമൽ ഈ ലൈനിന് പാരലൽ ആണെന്ന്. നോർമല് ഈ ലൈനിന് പാരലൽ ആണെന്നാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ആ ലൈനിന്റെ ഇക്വേഷൻ എടുക്കാം. ഗിവൺ ലൈൻ x plus 14y plus 4 equal to 0.
നോർമല് ഈ ലൈനിനെ പാരലാണ്. വിച്ചട്ടോ, ഇവിടെ വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലാണ്. ആദ്യം നോർമലിനെ പറ്റി പറഞ്ഞിട്ട് വിച്ച് ആർ പാരലൽ ടു ദി ലൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. നോർമൽ ഈ ലൈനിനെ പാരലാണ്. നോർമൽ ഈ ലൈനിന് പാരലാണെങ്കിൽ എന്തായിരിക്കും ഏറ്റവും പ്രത്യേകത? എന്തായിരിക്കും അൽഫാദെ? നോർമൽ ഈ ലൈനിന് പാരലാണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എത്രയാ? നോർമലിന്റെ സ്ലോപ്പ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കാണാം? ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് എങ്ങനെ കാണാം? ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കാണും? y equal to mx plus c ആണ്. y equal to mx plus c ഫോമിലേക്ക് മാറ്റണം. ഇതിനെ y equal to mx plus c ഫോമിലേക്ക് മാറ്റണം. മാറ്റി പറഞ്ഞിടാ. എങ്ങനെ മാറ്റാം? ആദ്യം 14y അപ്പുറത്തേക്ക് 14y ഇപ്പോൾ കിടന്നോട്ടെ, ബാക്കി അപ്പുറത്തേക്ക് ഉണ്ടാക്കും. 14y equal to minus x minus 4 minus x minus 4. y equal to minus 4 by 14 minus x minus 4 by 14 minus 4 by 14 ഓ? വേറെ ഒന്നുമില്ലേ? whole divided by 14 ആണോ? Whole divided by 14. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടേം ബൈ 14 പറഞ്ഞേ. മൈനസ് x by 14 വരും. മൈനസ് 4 by 14 4 by 14. 14 കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്തു. 14 കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്തു. മൈനസ് x by 14 മൈനസ് 4 by. ഇവിടെ നിന്ന് എന്ത് കിട്ടും? സ്ലോപ്പ് y equal to mx plus c ഫോമിലായി. y equal to mx plus c. ഇവിടെ m എത്രയാ? സ്ലോപ്പ് m minus 1 by 40. എക്സിന്റെ കോഎഫിഷ്യന്റ് കേട്ടോ. എക്സിന്റെ കൂടെ വരുന്നതാണ് സ്ലോപ്പ്. മൈനസ് 1 by 40. അപ്പൊ ആദ്യം നമ്മൾ നോർമലിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഈ തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പും കണ്ടുപിടിച്ചു. അവർ രണ്ടുപേരും പാരലലാണ്. നോർമലും ഈ ലൈനും പാരലാണ്. അതുകൊണ്ട് അവരുടെ സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും. സിൻസ് ദ നോർമൽ ഈസ് parallel to the given line. Normal is parallel to the given line. Their slopes are equal. Since the normal is parallel to the given line, their slopes are equal. That is minus 1 by 3x square plus 2 minus 1 by 3x square plus 2. Slope of the normal equal to minus 1 by 14. Minus 1 by 3x square plus 2 on the slope of the normal. That is equal to minus 1 by 14. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം ആഷിഖ് നാസറേ? 3x square plus 2 is equal to 14 എഴുതാം. 3x square plus 2 ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ രണ്ടും സെയിം അല്ലേ? അപ്പം ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. 3x square plus 2 equal to 14. ഓക്കെ. അപ്പൊ 3x square 12. x square 12 by 3 4 x 2 2 മാത്രമേ ഉള്ളൂടാ. plus or minus 2 plus or minus 2. എക്സിന് 2 വാല്യൂ കിട്ടി. എക്സ് നമുക്ക് പോയിന്റ് ആണോ കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പ് കിട്ടിയായിരുന്നു. സ്ലോപ്പ് കിട്ടി മൈനസ് 1 by 14. ഇപ്പൊ ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റാ കിട്ടിയേക്കണത്. അപ്പൊ നമ്മൾ ഇനി y കണ്ടുപിടിക്കണം. എക്സ് കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ട്. y കണ്ടുപിടിക്കണം. എവിടെ കൊടുത്ത് y കണ്ടുപിടിക്കാം? എവിടെ കൊടുത്താൽ y കിട്ടും? എവിടെയാ ജെസിയ? കേറവിന്റെ ഇക്വേഷൻ കൊടുക്കണം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് x equal to plus or minus 2 in Kervin equation. Y equal to x cube plus 2x plus 6. x equal to 2 കൊടുത്താൽ y എന്ത് വരും നോക്ക്? y equal to 2 cube 8, 2 into 2 4 plus 6 20 അല്ലല്ലോ 18.
x equal to -2 കൊടുത്താൽ y equal to -2 കൊടുത്താൽ എന്ത് വരും അബുവേ? Sir, ആ -8 plus -8 -4 -6 equal to -6 ആൻഡ് ഒരു ഇക്വേഷനകത്ത് എല്ലാം മൈനസ് ആണ് ഇടാൻ പറ്റുള്ളൂടാ. അല്ല +6. ആ ഞാൻ ഇനി അങ്ങനെ വല്ല നിയമം നീ കണ്ടുപിടിച്ചിട്ടുണ്ടോന്ന്? +6 ശരി. അപ്പൊ എന്ത് വരും? equal to -80. -18. ആ കുട്ടി ഇതൊന്ന് പറഞ്ഞു തന്നേടാ എങ്ങനെയാണ്? 18 ഇല്ല, സോറി. -8 -4 +6 -36. -36 അതെങ്ങനെ കിട്ടിയത്? 18 into 2. 2. 18 into 2 36 ആണ്. 18 എവിടെ നിന്ന് കിട്ടിയേ? ഞാൻ മേലത്തെ ഇക്വേഷൻ നോക്കിയ. മേലത്തെ ഇക്വേഷനോ? ഇത് സാർ ഒറ്റ 4 minus എഴുതിക്കോട്ടെ പിള്ളേരെ. പോയിന്റ്സ് അപ്പൊ അറിയോ? അത് നമുക്ക് ബാക്കി എഴുതാം. റിക്വേർഡ് പോയിന്റ്സ് -6 ശരി. 218 ആണ്. 218ഉം -2 -6. അപ്പൊ പോയിന്റ് കിട്ടിട്ടോ. പോയിന്റ് ഇതാണ്. സ്ലോപ്പ് ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ലോപ്പ് എത്രയാണ്? -1/14 ആണ്. നോർമല് ഒരു ലൈനിന് പാരലൽ എന്ന് പറഞ്ഞായിരുന്നു. നോർമല് ഒരു ലൈനിന് പാരലൽ ആണ്. ആ ലൈനിന്റെ സ്ലോപ്പ് -1/14 ആണ് അല്ലെ? നോർമൽ ഒരു ലൈനിന് പാരലൽ ആണ്. ആ ലൈനിന്റെ സ്ലോപ്പ് -1/14 ആണ്. അപ്പൊ നോർമലിന്റെ സ്ലോപ്പ് എന്താണ്? -1/14 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ ഓഫ് ദി നോർമൽ ആണ് കേട്ടോ. അപ്പൊ താഴെ അത് കണ്ടുപിടിക്കാം. അപ്പൊ പോയിന്റുമായി സ്ലോപ്പുമായി. ഇനി ഇക്വേഷൻ ഓഫ് ദി നോർമൽ എഴുതിക്കോ. ഇക്വേഷൻ ഓഫ് ദി നോർമൽ ത്രൂ 218 with slope -1/14 is 218 പോയിന്റിൽ കൂടി കടന്നു പോകുന്ന നോർമലിന്റെ ഇക്വേഷൻ. സ്ലോപ്പ് -1/14 ആണ്. എന്തായിരിക്കും അത് ചന്ദന? y minus y minus ആം 18 ആം equal -1/14 ആം x -2 14 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 14 into y -18 equal to minus of x -2. 14 ഇപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് 14y minus 18 into 14. 18 into 10 ആണെങ്കിൽ 180 വരും. 180യും 72 അല്ലെ? 252 വ്യത്യാസം പറഞ്ഞു കേട്ടോ. 252 equal to -x plus 2. -x ഒക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ +x plus 14y. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ -2 ആവും. -254 equal to 0. x plus 14y minus 254 equal to 0 എന്ന് വരും. x plus 14y minus 254 equal to 0.
രണ്ടാമത്തെ കണ്ടുപിടിച്ചേ. വേറൊരു പോയിന്റ് ഉണ്ട്. സാറേ, സ്ലോപ്പ് ഓഫ് ദി ഈ ക്വസ്റ്റ്യനില് മറ്റേ നോർമലും മറ്റേ പാരലൽ ലൈനും പാരലാന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇത് ഒരു ലൈനും പാരലാന്ന് പറഞ്ഞിട്ടില്ല. ഉവ്വ. അപ്പൊ അതിന്റെ സ്ലോപ്പ് ഈക്വൽ അല്ലേ? അതെ. അപ്പൊ പിന്നെ എന്തിനാ പിന്നെ മറ്റേ സ്ലോപ്പ് എന്തിനാ കണ്ടുപിടിച്ചേ? ഏതാ? ഒന്നുമില്ല. നീ ചോദിച്ചോ, ഞാൻ പറയാം. എനിക്ക് മനസ്സിലായില്ല. എന്താന്ന് പറയാ? എനിക്ക് മാറിപ്പോയതാ. മാറിപ്പോയതാണ്. ശരി. രണ്ടാമത്തെ പോലെ കണ്ടുപിടിച്ച പിള്ളേരെ, ഇക്വേഷൻ ഓഫ് ദ നോർമൽ പാസിംഗ് ത്രൂ -2 - 6. Equation of the normal passing through -2 - 6 with the slope -1/14. Y minus y0, y minus -6 equal to slope m -1/14 into x minus -2 x plus 2. 14 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 14y plus 14 into 6 84 equal to -x -2. അതായത് x plus 14y plus 86 equal to 0. ആണോ? x plus 14y plus 86 equal to 0. കഴിഞ്ഞോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. നിസ്സാര കാര്യം മനസ്സിലാക്കാനുള്ളൂ. എല്ലാം ഒരുപോലെയാണ്. എല്ലാ പ്രോബ്ലം ഒരുപോലെയാണ്. എന്താന്ന് മനസ്സിലാക്കുക, ആ പോയിന്റും സ്ലോപ്പും കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പോയിന്റ് ചില ക്വസ്റ്റിനകത്ത് പോയിന്റ് മാത്രം കണ്ടുപിടിക്കാനായിരിക്കും, അപ്പൊ പോയിന്റ് കണ്ടുപിടിച്ച് നിർത്താം. ചിലതിനകത്ത് ടാൻജന്റ് നോർമലി ഇക്വേഷൻ ആയിരിക്കും, അപ്പൊ ഇക്വേഷനോടെ കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കാൻ സ്ലോപ്പും വേണം, സ്ലോപ്പും വേണം, പോയിന്റും വേണം. ഇവിടെ നമ്മളിപ്പോൾ രണ്ട് നോർമൽ കണ്ടുപിടിച്ചു. ആ രണ്ട് നോർമലിന്റെയും ഇക്വേഷൻസ് ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. രണ്ട് നോർമലിന്റെയും ഇക്വേഷൻസ് അവിടെ ബോക്സിലാക്കി വെക്കാം. ഓർമ്മതാണ്, രണ്ടാമത്തേതാണ്. നമ്മളിപ്പോ രണ്ട് നോർമലിന്റെ ഇക്വേഷനാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഈ രണ്ട് നോർമലും എങ്ങനെയായിരിക്കും കിടക്കണേന്ന് പറയാമോ? അല്ലെങ്കിൽ രണ്ട് നോർമലും കിടക്കുന്ന രീതി ആ രണ്ട് നോർമലും എങ്ങനെയായിരിക്കും വരുന്നത്? എങ്ങനെയാന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അവയുടെ നിങ്ങൾക്ക് ക്വസ്റ്റൻ അത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ഏത് രീതിയിലായിരിക്കും അത് കിടക്കുന്നത്? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കി, ഇല്ലെങ്കിൽ നമുക്ക് മാറ്റാം. ആ രണ്ട് നോർമലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ എങ്ങനെയുള്ള നോർമലാ പിള്ളേരെ ഇപ്പൊ കണ്ടുപിടിച്ചേക്കണേ? നമ്മൾ കണ്ടുപിടിച്ച നോർമൽസ് എങ്ങനെ വരുന്ന നോർമലാ? എങ്ങനെ വരുന്ന നോർമലാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കണേ സുഫിനെ? -1/14 സ്ലോപ്പ്. -1/14 സ്ലോപ്പ്. അങ്ങനെയല്ല, അത് വേറെ രീതി പറയാമോ? നീ പറഞ്ഞു -1/14 സ്ലോപ്പ് ഉള്ള നോർമലാണ് കണ്ടുപിടിച്ചേക്കണേ, ഞാൻ സമ്മതിച്ചു. അങ്ങനെ അല്ലാതെ വേറെ രീതി പറയാമോ? ഇത് പാരലൽ അല്ല നോർമലിന്. ഏതിന് പാരലല്? ഏതിന് പാരലല്? ഒരു ലൈൻ തന്നിട്ടില്ലേ? ആ ഒരു ലൈന് പാരലൽ ആയിട്ടുള്ള നോർമലാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കണേ, ശരിയല്ലേ? ഒരു ലൈനിന് പാരലൽ ആയിട്ടുള്ള നോർമലാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കണത്. അപ്പൊ ഈ രണ്ട് നോർമലും എങ്ങനെയായിരിക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇപ്പൊ ഒരു ലൈനിന് പാരലൽ ആയിട്ടാണ് നമ്മൾ നോർമൽ കണ്ടുപിടിച്ചേക്കണത്. ഞാൻ ചുമ്മാ റഫായിട്ട് വരയ്ക്കാം. റഫാണ് കേട്ടോ. ഇതാണ് തന്നേക്കണ ലൈൻ, ഗിവൺ ലൈൻ. ഇതിന് പാരലൽ ആയിട്ടാണ് നോർമൽ വന്നേക്കണത്. ഒരു നോർമൽ ഇവിടെ വരച്ചു, അടുത്ത നോർമൽ ഇവിടെ വരച്ചു, എവിടെയെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ഈ നോർമലുകൾ തമ്മിൽ, ആദ്യത്തെ നോർമൽ N1, രണ്ടാമത്തെ നോർമൽ N2, ഈ നോർമലുകൾ തമ്മിലുള്ള പ്രത്യേകത എന്തായിരിക്കും? മനസ്സിലായോ? ഒരു ലൈനിന്
പാരലൽ ആയിട്ടാണ് നോർമൽ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നോർമലുകൾ എന്തായിരിക്കും എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈ നോർമലുകൾ പാരലൽ ആയിരിക്കും കേട്ടോ. ഈ രണ്ട് നോർമലും പാരലാണ്. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ, കഴിഞ്ഞ വർഷം പഠിച്ചേക്കുന്നതാണ്, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റിന് മാത്രമേ വ്യത്യാസം വരുള്ളൂ. ആ രണ്ട് നോർമലിന്റെ ഇക്വേഷൻ നോക്കിയേ, രണ്ട് നോർമലിന്റെ ഇക്വേഷൻ നോക്കിയത് എക്സ് 14y 14y ഉണ്ടോ, കോൺസ്റ്റന്റ് മാത്രമാണ് മാറിയേക്കുന്നത്. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ കോൺസ്റ്റന്റ്സിന് മാത്രമാണ് മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, വെറുതെ പറഞ്ഞൊന്നുള്ളൂ കേട്ടോ, വെറുതെ പറഞ്ഞൊന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്, ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, 22 ചെയ്യുന്നില്ല. 22 എന്താന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദി പരാബോള. ഒരു പരാബോളയുടെ ടാൻജന്റിന്റെയും നോർമലിന്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കണം. പോയിന്റ് തന്നിട്ടുണ്ട്. ഇവിടെ പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 80² 280 എന്നുള്ള പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിച്ച് ഡയറക്റ്റ് എഴുതാവുന്നേ ഉള്ളൂ. dy/dx സ്ലോപ്പ് കിട്ടും, -1/dy/dx നോർമലിന്റെ സ്ലോപ്പ് കിട്ടും. രണ്ടിന്റെയും സ്ലോപ്പ് എടുത്തിട്ട് നമുക്ക് എഴുതാവുന്ന കാര്യമുള്ളൂ. വേറെ കൂടുതലൊന്നും അതിനകത്ത് ചെയ്യാനില്ല കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 23 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ അതിന്റെ സ്ലോപ്പ് എടുത്തതിനെ അവിടെ മുമ്പത്തെ കേസിൽ, ഇവിടെ മുമ്പത്തെ കേസിനകത്ത് നമുക്ക് പോയിന്റ് തന്നിട്ടില്ല. അപ്പൊ പോയിന്റ് തരാത്തത് കൊണ്ട് ആ ലൈനിന്റെ സ്ലോപ്പും ടാൻജന്റ് നോർമലിന്റെ സ്ലോപ്പും, സോറി, നോർമലും ലൈനും പാരലലാന്നല്ലേ പറഞ്ഞേക്കണേ അവിടെ. നോർമലും ലൈനും പാരലാണെങ്കിൽ അതിന്റെ സ്ലോപ്സ് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ ആ സ്ലോപ്സ് ഈക്വൽ ആണെന്ന് എടുത്തുകൊണ്ടാണ് നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നത്. ആ എക്സ് കെർവിൽ കൊടുത്താണ് വൈ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് അവിടെ പോയിന്റ് കിട്ടുന്നത്. പോയിന്റ് കിട്ടാൻ വേണ്ടി പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നത്. പിന്നെ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ സ്ലോപ്പിന്റെ ആവശ്യത്തിന് -1/14 വേണം താനും. പോയിന്റും സ്ലോപ്പും വേണം നമുക്ക്. മനസ്സിലായോ? ഈ പ്രോബ്ലത്തിലാണെങ്കിൽ 22ാമത്തെ നമ്മൾ ചെയ്യണില്ല എന്ന് പറഞ്ഞ ക്വസ്റ്റിനകത്താണെങ്കിൽ പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ചുമ്മാ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് ഈ പോയിന്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് ഈ പോയിന്റ് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പോയിന്റ് തന്നിട്ടുണ്ടല്ലോ, പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ള ആവശ്യം അവിടെ വന്നില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ശരിക്കും മെനക്കെട്ടിരുന്ന് ചെയ്യണം കേട്ടോ, അപ്പോഴേ കൂടുതൽ ഐഡിയാസ് കിട്ടുള്ളൂ. ശരിക്കും മെനക്കെട്ടിരിക്കുന്ന ചെയ്ത് പഠിക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് ഐഡിയ വ്യക്തമാവുകയുള്ളൂ. ചുമ്മാ വായിച്ചാലൊന്നും മനസ്സിലാവില്ല. ക്വസ്റ്റ്യൻ നമ്പർ 23, അത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് കർവ് x = y² ആൻഡ് xy = k കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ്. ചെയ്യാൻ പറ്റേ കേട്ടോ, ചെയ്യാൻ പറ്റേ. കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ഇഫ് ak² = 1. രണ്ട് കർവ്, നമുക്ക് അതിന് ഒരു സെന്റൻസ് എഴുതി വെക്കണം കേട്ടോ, എന്നിട്ട് പ്രോബ്ലത്തിലേക്ക് വരാം. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞേ. ഇവിടെ എന്താ പറഞ്ഞേക്കണം നോക്കി. പ്രൂവ് ദാറ്റ് ദ കർവ്സ്, രണ്ട് കർവ് x = y² ആൻഡ് xy = k. ക്വസ്റ്റ്യൻ നമ്പർ 23. പ്രൂവ് ദാറ്റ് ദ കർവ് x = y², ഒരു കർവ്, ഇക്വേഷൻ 1. രണ്ടാമത്തെ കർവ് xy = k, ഇക്വേഷൻ 2. കട്ട് അറ്റ് റൈറ്റ് ആംഗിൾ, ഈ രണ്ട് കർവ് റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്നു. എന്താ അതിന്റെ അർത്ഥം? രണ്ട് കർവ് റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്നു. കർവിന്റെ ഇടയ്ക്ക് ആംഗിൾ ഉണ്ടോ? ഉണ്ടോ ബേസിലെ? നമ്മൾ ആംഗിൾ പഠിച്ചേക്കണ ഏതിന്റെ ഇടയ്ക്കാ? സ്ട്രെയിറ്റ് ലൈൻസിന്റെ ഇടയ്ക്കാണ് അല്ലെ? രണ്ട് ലൈൻസിന്റെ ഇടയ്ക്കാണ് ആംഗിൾ വരുന്നത്. ഇവിടെ പറഞ്ഞേക്കാണ് രണ്ട് കർവ് റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്നു. ഇവന്റെ ക്വസ്റ്റ്യൻ കർവിന്റെ ഇടയ്ക്ക് അതുപോലെ ആംഗിൾ ഉണ്ടോ? രണ്ട് കർവ് വരച്ചു കഴിഞ്ഞാൽ രണ്ട് കർവിന്റെ ഇടയ്ക്ക് ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? കർവ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ പിള്ളേരെ.
ആ കേർവ് തമ്മിൽ കട്ട് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ശ്രദ്ധിക്കുക കേട്ടോ. കേർവ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ്. ഞാൻ ചുമ്മാ റഫായിട്ട് വരയ്ക്കാം. ഫിഗർ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇതൊരു കേർവ്, ഇത് വേറൊരു കേർവ് ഉണ്ടോ? രണ്ട് കേർവ് വെച്ചു. ഈ കേർവ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾ, കേർവ് കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് കേട്ടോ ഇത്. കേർവ് കട്ട് ചെയ്യുന്ന പോയിന്റ്. കേർവ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പോയിന്റിൽ കൂടി ആ കട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, രണ്ട് കേർവോടെയും കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ കൂടി നമ്മൾ ടാൻജൻസ് വരയ്ക്കണം. കൂട്ടിമുട്ടുന്ന പോയിന്റ്സിൽ കൂടി ആ രണ്ട് കേർവോടെയും കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലേ? അപ്പൊ രണ്ട് കേർവിനും കോമൺ ആണ് ആ പോയിന്റ്. രണ്ട് കേർവുകൾ കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ്. അപ്പൊ ആ പോയിന്റ് രണ്ട് കേർവിനും ഉണ്ട്. ഇതിലൂടെ നമ്മൾ ടാൻജന്റ് വരയ്ക്കും. കേട്ടോ. ആദ്യത്തെ കേർവിന്റെ ടാൻജന്റ് വരച്ചു. രണ്ടാമത്തെ കേർവിനും ടാൻജന്റ് വരയ്ക്കുന്നു. ആദ്യത്തെ കേർവിനും ടാൻജന്റ് വരച്ചു. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ കേട്ടോ, പടം അത്ര നന്നായിട്ടൊന്നുമില്ല. ആ കൂട്ടിമുട്ടുന്ന പോയിന്റില് രണ്ട് കേർവിനും ടാൻജന്റ് വരച്ചു. മനസ്സിലായോ? രണ്ട് കേർവുകൾ കൂട്ടിമുട്ടുന്നു. ആ രണ്ട് കേർവുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റില് രണ്ട് കേർവിനും ടാൻജന്റ് വരച്ചു. ഈ ടാൻജന്റുകൾ തമ്മിലുള്ള ആംഗിൾ കേട്ടോ, ഈ ടാൻജന്റുകൾ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. കേർവ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റുകളുടെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് അതിന്റെ മീനിങ്. പറഞ്ഞ മനസ്സിലായോ? രണ്ട് കേർവ് റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, രണ്ട് കേർവ് റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് രണ്ട് കേർവുകൾ തമ്മിൽ കൂട്ടിമുട്ടും. രണ്ട് കേർവുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. ഈ പോയിന്റിൽ രണ്ട് കേർവുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ കൂടി രണ്ട് ലൈന്റെയും ടാൻജന്റ് വരച്ചു. ആദ്യത്തെ ആക്കടെ ടാൻജന്റ് ഇത്, രണ്ടാമത്തെ ആക്കടെ ടാൻജന്റ് ഇത്. ഈ ടാൻജന്റുകൾ തമ്മിൽ 90 ഡിഗ്രി ആണെങ്കിൽ, ഈ ടാൻജന്റുകൾ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ കേർവ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് പറയും. മനസ്സിലായോ? ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലൂടെ രണ്ടുപേർക്കും ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് തമ്മിലുള്ള ആംഗിൾ ആണ് 90 ഡിഗ്രി. അതാണ് കേർവ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു സെന്റൻസ് എഴുതി വെച്ച് പ്രോബ്ലം ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ്, two curves intersect at right angles. Two curves intersect at right angles. Two curves intersect at right angles. If the tangent to the curve, two curves intersect at right angles. If the tangents to the curves, tangent to the curves at the point of intersection, tangents to the curve at the point of intersection are perpendicular to each other. Are perpendicular to each other. Are perpendicular to each other. ഒന്നിനെ വായിക്കാം. Two curves intersect at right angles if the tangent to the curve at the point of intersection are perpendicular to each other. Perpendicular to each other. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആ പോയിന്റിലൂടെ അല്ല, അപ്പൊ റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യണു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യണു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജൻസ് റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ടാൻജൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. ആ പോയിന്റിൽ കൂടിയുള്ള ടാൻജൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ആ ഐഡിയ വെച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ശരി, പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. കേർവിന്റെ ഇക്വേഷൻ, രണ്ട് കേർവിന്റെ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഇക്വേഷൻ 1, 2. ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ പോകണം കേട്ടോ. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന
പോയിന്റ് കണ്ടുപിടിക്കണം. രണ്ട് കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് കർവിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. സോൾവിങ് ഇക്വേഷൻ 1 and 2. എങ്ങനെ സോൾവ് ചെയ്യാം? സോൾവിങ് ഇക്വേഷൻ 1 and 2. 1 ഉം 2 ഉം സോൾവ് ചെയ്യണം. ഇക്വേഷൻ 1 ഉം 2 ഉം സോൾവ് ചെയ്യാനായിട്ടുള്ള മാർഗം എങ്ങനെ സോൾവ് ചെയ്യാം? ഇക്വേഷൻ 1 ഉം 2 ഉം 1 ഉം 2 ഉം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബേസിലെ ഒന്നും ടൂവും സോൾവ് ചെയ്താൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അതായത് എക്സും വൈയും കിട്ടണം. രണ്ട് കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പറഞ്ഞേക്കണത്. പറയടാ. Equation 2 divided by equation 1. Equation 2 divided by അല്ല അവിടെ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഒന്നും ചിലപ്പോൾ ചെയ്യായിരിക്കും അല്ലെ. എന്നിട്ട് ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ ചെയ്യാം. അത്രയും കഷ്ടപ്പെടാണ്ട് വേറെ ഒറ്റയടിക്ക് ചെയ്യാലോടാ. നീ പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ. ചെയ്യാം, അല്ലാതെ ഒറ്റയടിക്ക് ചെയ്യാലോ. ആദ്യത്തെ ഇക്വേഷനകത്ത് എക്സിന്റെ വാല്യൂ വൈ സ്ക്വയർ എന്നല്ലേ, അത് രണ്ടാമത്തെ ഇക്വേഷൻ കൊടുത്താൽ പോരെ? ഇവിടെ ആദ്യത്തെ ഇക്വേഷനകത്ത് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്നുണ്ട്, അത് രണ്ടാമത്തെ ഇക്വേഷനിലും കൊടുക്കുക. പുട്ട് ഇക്വേഷൻ 1 ഇൻ എവിടെ? ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. അപ്പൊ എന്ത് വരും? ഇക്വേഷൻ 2 ബിക്കംസ് എക്സിന് പകരം വൈ സ്ക്വയർ കൊടുത്താൽ വൈ സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു കെ എന്നാവില്ലേ? എക്സിന് പകരം വൈ സ്ക്വയർ, അപ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു കെ എന്ന് വരും. അതായത് വൈ ക്യൂബ് ഈക്വൽ ടു കെ എന്ന് വരും. അപ്പോൾ വൈ എന്ത് കിട്ടും? എന്തുവരും ആദിൽ മുഹമ്മദേ? ക്യൂബ് റൂട്ട് കെ. കെയുടെ ക്യൂബ് റൂട്ട്. അപ്പൊ നമുക്ക് എഴുതാം റേസ് ടു 1/3. y ഈക്വൽ ടു കെ റേസ് ടു 1/3 എന്ന് കൊടുക്കാം കേട്ടോ. y ഈക്വൽ ടു കെ റേസ് ടു 1/3. ഈ വൈയുടെ വാല്യൂ ഇക്വേഷൻ 1 കൊടുത്താൽ നമുക്ക് എക്സും കിട്ടും. ഇക്വേഷൻ 1 കൊടുത്താൽ എക്സ് ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ കെ റേസ് ടു 1/3 ആണ്. കെ റേസ് ടു 1/3യുടെ സ്ക്വയർ. എന്താണ് കെ റേസ് ടു 1/3യുടെ സ്ക്വയർ? എന്താ സുഹൈലെ കെ റേസ് ടു 1/3യുടെ സ്ക്വയർ? അല്ല, അറിയില്ല. എന്താ അസ്ലമേ കെ റേസ് ടു 1/3യുടെ സ്ക്വയർ? കെ റേസ് ടു 2/3 ആണോ? കെ റേസ് ടു 2/3. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ, എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ, എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ കെ റേസ് ടു 1/3 ഇൻറ്റു 2, 1/3 ഇൻറ്റു 2 2/3 എന്ന് വരും. കെ റേസ് ടു 2/3. അപ്പൊ നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടി കേട്ടോ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എക്സ് വൈ. എക്സ് എന്ന് പറഞ്ഞാൽ കെ റേസ് ടു 2/3, വൈ എന്ന് പറഞ്ഞാൽ കെ റേസ് ടു 1/3. അപ്പോൾ ഈ പോയിന്റിലാണ് രണ്ട് കർവും കൂട്ടിമുട്ടുന്നത്. രണ്ട് കർവും കൂട്ടിമുട്ടുന്ന പോയിന്റ് കിട്ടി. രണ്ട് കർവും കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഇനി എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോണത് പറയാമോ? ആദിൽ നസിയെ, ഇനി എന്ത് ചെയ്യും? രണ്ട് കർവും കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിച്ചു. ഇത് ടാൻജന്റിന്റെ ഇക്വേഷനിൽ തുടങ്ങും. ടാൻജന്റിന്റെ ഈ പോയിന്റ് ടാൻജന്റിന്റെ ഇക്വേഷനിൽ തുടങ്ങും. ടാൻജന്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം?
സ്ലോപ്പ് വേണ്ടേ? സ്ലോപ്പ് ഉണ്ടോ? സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഏത് കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം? രണ്ട് കർവില്ലേ? രണ്ടിന്റെയും കണ്ടുപിടിക്കണം കേട്ടോ. രണ്ട് കർവിന്റെയും ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ കർവിന്റെ ടാൻജന്റ് സ്ലോപ്പ്, ഒന്നാമത്തെ കർവ് എടുത്തോ. ഒന്നാമത്തെ കർവ് x = y². ഒപ്പം ചെയ്ത് പോരെ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. ഒപ്പം ചെയ്ത് വന്നോളുക. ഒന്നാമത്തെ കർവ് x = y². ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? ഫൈസേ സർ ഞാൻ പറയടാ. dy/dx = 2y dy/dx ആണ്. നീ ഓർഡർ പറ. ഈ കിടക്കുന്ന ഓർഡർ പറ. എന്താ ഡെറിവേറ്റീവ് ഓഫ് x? 1 = ഡെറിവേറ്റീവ് ഓഫ് y². 2y dy/dx. 2y dy/dx. അപ്പൊ ഇതിനകത്ത് dy/dx എന്ത് വരും? 1/2y. 1/2y. ഇതല്ലേ സ്ലോപ്പ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ഈ കിട്ടിയേക്കണതാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. നമുക്ക് പോയിന്റ് അറിയാലോ. പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പോയിന്റ് അറിയാമെങ്കിൽ അപ്പൊ പോയിന്റ് കൊടുത്തോളണം. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy/dx ആണ്. dy/dx അറ്റ് നമ്മുടെ പോയിന്റ് ഏതാ? കൂട്ടിമുട്ടുന്ന പോയിന്റ് k⁻²/3 k⁻⁴ ആണ്. k⁻²/3 k⁻⁴. ആദ്യത്തെ കർവിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കൂട്ടിമുട്ടുന്ന പോയിന്റ് നമുക്കറിയാം. k⁻²/3 k⁻⁴. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 1/2y എന്ന് പറഞ്ഞാൽ k⁻⁴. 1/2 k⁻⁴. ഇങ്ങനെ നിൽക്കട്ടെ. ഇനി ഇതുപോലെ രണ്ടാമത്തെ കർവ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിനകത്തും സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ കർവ് എടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കാണുക, പോയിന്റ് കൊടുക്കുക. രണ്ടാമത്തെ കർവ് xy = k. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ജെസിയ? x into dy/dx plus y into dx/dx. അത് 1 അല്ലേ? equal to 1 k dk/d. അത് എത്രയാ? 0. k കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് 0. ഇപ്പോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തോട്ടോ. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ പ്രോഡക്റ്റ് റൂൾ വേണം. xy പ്രോഡക്റ്റ് ആണ്. x into ഫസ്റ്റ് ഫംഗ്ഷൻ into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ into ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. xy അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. റൈറ്റ് സൈഡിലെ ഈക്വൽ ടു k എന്നാണ്. k കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ലെഫ്റ്റ് സൈഡിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. റൈറ്റ് സൈഡിൽ k കോൺസ്റ്റന്റ്. ഇനി നമുക്ക് dy/dx കാണാം. ഇവിടുന്ന് x dy/dx = -y. dy/dx = -y/x. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആയി. dy/dx നമുക്ക് പോയിന്റ് അറിയാം. ഏതാണ് പോയിന്റ്? k⁻²/3 k⁻⁴. k⁻²/3 k⁻⁴ equal to -y/x.
വൈക്ക് പകരം കെ റൈസ് ടു 1/3, എക്സിന് പകരം കെ റൈസ് ടു 2/3. എന്ത് വരും ഇതിന്റെ വാല്യൂ? എന്ത് വരും അമീന? സാർ മുകളിൽ കെ റൈസ് ടു 1/3 ഉണ്ട്, താഴെ കെ റൈസ് ടു 2/3 ഉണ്ട്. മുകളിലേക്കോ താഴത്തേക്കോ എങ്ങോട്ടെങ്കിലും കൊണ്ടുവന്ന് ഒരുപോലെ ആക്കുക. ആ കെ റൈസ് ടു 1/3 താഴത്തേക്ക് കൊണ്ടുവരും. അപ്പൊ എന്ത് വരും? കെ റൈസ് ടു -1/3 വരും. -1/3 കെ റൈസ് ടു 2/3 ഉള്ളത്. കെ റൈസ് ടു 2/3 ഉള്ളത് ഇവിടെ കിട്ടും. ഇനി മറ്റേ വന്നത് മൈനസ് ആറുന്നോണ്ട് അത് പ്ലസ് ആവുമോ? മൈനസ് അല്ലല്ലോ, മൈനസ് ഞാൻ മുകളിൽ അതുപോലെ ഇട്ടല്ലോ. ഈ മൈനസ്, ഈ മൈനസിനെ ഞാൻ അതുപോലെ നിർത്തി, -1 കൊടുത്തു. ഇനി കെ റൈസ് ടു 1/3 ആണ് മുകളിലുള്ളത്. അതിന്റെ താഴത്തേക്ക് കൊണ്ടുവന്ന് എന്താവും? കെ റൈസ് ടു -1/3. ശരി, കെ റൈസ് ടു -1/3 ആവും. ഈക്വൽ ടു -1 കെ റൈസ് ടു ഒറ്റയ്ക്കായിട്ട് പറ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. എ റൈസ് ടു എം പ്ലസ് എൻ. കൂട്ടുമ്പോ എന്ത് കിട്ടും? 2/3 -1/3 കൂട്ടി എന്ത് കിട്ടും? -1/3. 2 - 1 1/3. 1/3 കെ റൈസ് ടു 1/3 വരും. അപ്പൊ നമ്മൾ ചെയ്തത് പടം വരയ്ക്കണ്ടോ നിങ്ങള്? രണ്ട് കർവ്, ആ കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിച്ചു. ഈ പോയിന്റിൽ കൂടിയുള്ള ടാൻജന്റ്, ഈ രണ്ട് ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു കേട്ടോ. ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഈ ആരോ മാർക്ക് കൊടുത്തേക്കാണ് ടാൻജന്റ്. രണ്ട് ടാൻജന്റിന്റെയും സ്ലോപ്പ് നമുക്കറിയാം. ആ തന്നിരിക്കുന്ന പോയിന്റിലെ രണ്ട് ടാൻജന്റിന്റെയും സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യും? ആദ്യം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിച്ചു. ആ പോയിന്റിൽ കൂടിയുള്ള രണ്ട് ടാൻജന്റിന്റെയും സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു റിലേഷൻ പ്രൂവ് ചെയ്യാനാണ്. ഷോ ദാറ്റ് 8k² = 1. 8k² 1 എന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. 8k² 1 എന്ന് കാണിക്കണം. അതെങ്ങനെ ചെയ്യാം? അല്ലെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാം? എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? എന്തായിരിക്കാം ഫൈസേ? ഏതാ? അല്ല, ആഷിഖ് നാസറെ എന്തായിരിക്കാം? ആഷിഖ് നാസർ, ഈ ലൈൻ രണ്ടും പെർപെൻഡിക്കുലർ അല്ലേ? ആ രണ്ടും പെർപെൻഡിക്കുലറാ. ഇപ്പൊ വരച്ചേക്കണ രണ്ട് ടാൻജന്റും പെർപെൻഡിക്കുലർ ആട്ടോ, അല്ലേ? രണ്ടും കട്ട് റൈറ്റ് ആംഗിൾ എന്നല്ല പറഞ്ഞേ. കട്ട് അറ്റ് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ടാൻജന്റും ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന സ്ലോപ്പ് കണ്ടുപിടിച്ചിരിക്കുന്ന രണ്ട് ടാൻജന്റും പെർപെൻഡിക്കുലറാ. എന്തായാലോടാ? അപ്പൊ അതിന്റെ സ്ലോപ്പ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 എന്ന് വരില്ലേ? സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. അതിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന രണ്ട് ടാൻജന്റും പെർപെൻഡിക്കുലർ ആണ്. രണ്ടും ടാൻജൻസും കട്ട് അറ്റ് റൈറ്റ് ആംഗിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് -1 ആണ് കേട്ടോ. -1 ആണ്. അപ്പൊ താഴെ എഴുതിക്കോ. സിൻസ് ദ ടു കർവ്സ് cut at right angles since the two curves cut at the right angles, since the two curves cut
at right angles, their tangents are perpendicular. Their tangents are perpendicular. അവയുടെ ടാൻജൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. Their tangents are perpendicular. Therefore, product of their slopes equal to -1. 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 That is ആദ്യത്തെ സ്ലോപ്പ് 1/2k raised to 1/3. 1/2k raised to 1/3 into രണ്ടാമത്തെ സ്ലോപ്പ് -1/k raised to 1/3 equal to -1. രണ്ട് ടാൻജന്റും റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യും. അപ്പൊ അതിന്റെ സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. സ്ലോപ്സിന്റെ പ്രോഡക്റ്റ് -1. That is -1 by താഴെ എന്ത് വരും 2k raised to 1/3 into k raised to 1/3. എത്രയാ കൈലാസ? k raised to 1/3 into k raised to 1/3. a raised to m into a raised to n. അപ്പൊ എത്ര വരും അത്? 2/3 ആണ്. 2/3. k raised to 2/3 equal to -1. Cross multiply ചെയ്യാം. Cross multiply ചെയ്താൽ -1 equal to -2k raised to 2/3 എന്നാവും അല്ലെ? മൈനസ് രണ്ടിടത്തും പൊക്കോളും. 2k raised to 2/3 equal to 1 എന്ന് കിട്ടും. ആൻസർ ആയിട്ടോ. 2k raised to 2/3 equal to 1. 2k raised to 2/3 equal to 1 എന്നിട്ട് രണ്ടിടത്തെ മൈനസ് പോകും കേട്ടോ. രണ്ടിടത്തെ നമുക്ക് എന്താ വളരെ പ്രൂവ് ചെയ്യേണ്ടത്? എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എന്താ അൽഫാദെ പ്രൂവ് ചെയ്യണ്ടേ? ഒരു പെർപെൻഡിക്കുലർ കട്ട് ചെയ്യണ റൈറ്റ് ആംഗിൾ ആണ്. അതാണോടാ പ്രൂവ് ചെയ്യേണ്ടത്? ഹലോ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറയടാ. നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് വെറുതെ ആയിപ്പോയല്ലോ. ഞാൻ ഈ അരമണിക്കൂർ കളഞ്ഞ് വെറുതെ ആയി കളഞ്ഞുള്ളൂ നീ അവസാനം വന്നപ്പോ. അല്ല റൈറ്റ് ആംഗിൾസ് ആണെങ്കിൽ 1 ആണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കർവ്സ് റൈറ്റ് ആംഗിൾസ് ആണെങ്കിൽ 8k² 1 ആണെങ്കിൽ അവര് കട്ടായിട്ട് റൈറ്റ് ആംഗിൾസ് ആണ്. അല്ല, 8k² 1 ആണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് പ്രൂവ് ചെയ്യണം? ബാക്കി കാര്യങ്ങൾ നമ്മൾ എടുത്ത് വന്നല്ലോ. 2 കേർസ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് ഇഫ് 8k² equal to 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? 8k² equal to 1 കിട്ടിയ പോരെ? അത് കിട്ടാൻ ഇപ്പൊ നമ്മൾ ഇവിടം വരെ എത്തി. ഇനി എന്താ മാർഗം? 2k raised to 2/3 equal to 1 എത്തി. ഇനി 8k² equal to 1 മാറ്റാനായിട്ട് എന്ത് മാർഗം? ഇനി എന്ത് ചെയ്താൽ മതി? കിട്ടി നിൽക്കണേന് എന്ത് ചെയ്താൽ 8k² equal to 1 എത്തുമെന്ന് പറയാമോ? എല്ലാവരോടും ആയിട്ടോ ക്വസ്റ്റ്യൻ. അറിയാവുന്നവർ പറഞ്ഞോളുക. അപ്പൊ നമ്മൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 2k raised to 2/3 2k raised to 2/3 equal to 1 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 8k² equal to 1 ആണ്. അങ്ങോട്ട് മാറ്റണം. എങ്ങനെ മാറ്റാം? എന്ത് ചെയ്താൽ അങ്ങോട്ട് മാറ്റാം? കിട്ടിയവർ പറഞ്ഞോളുക. എന്ത് ചെയ്താൽ ഈ ഇക്വേഷൻ 8k² equal to 1 എന്നിലേക്ക് മാറണം? 8k² equal to 1 എന്ന് കിട്ടണം. എന്ത് ചെയ്യണം? നമുക്ക് ചെയ്തു വന്നപ്പോ കിട്ടിയത് 2k raised to 2/3 equal to 1 എന്നാ. ആർക്കും ഒരു ഐഡിയ ഇല്ല. രണ്ടിടത്തും ക്യൂബ് എടുത്താൽ മതി. ക്യൂബ് എടുക്കുക രണ്ട് സൈഡിലും കേട്ടോ.
ക്യൂബ് എടുത്ത് നോക്കിയേ. ടേക്കിംഗ് ക്യൂബ് ഓൺ ബോത്ത് സൈഡ്സ്. Taking cube on both sides. Equal to k raised to 2/3 യുടെ ക്യൂബ് ഈക്വൽ ടു 1 ക്യൂബ്. ഇതെന്തൊരു 2 ക്യൂബ് 8. k raised to 2/3 യുടെ ക്യൂബ് എത്ര വരും? k raised to 2/3 യുടെ ക്യൂബ് എത്ര അമൻ മുഹമ്മദ്? k raised to 2/3 യുടെ ക്യൂബ് k raised to 2/3 യുടെ ക്യൂബ് എത്രയാണ്? 2 ക്യൂബ് 8. k raised to 2/3 യുടെ ക്യൂബ് എത്രയാണെന്ന്? a raised to m the whole raised to n. എന്താ ഫാരിസേ? k square അല്ലേ? k square. a raised to m the whole raised to n, a raised to m into n വരും. 3 കട്ടായി പോകും. k square. 8k square. 1 ക്യൂബ് 1. 8k square equal to 1. Question number 25. തന്നെ ചെയ്തേ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ടു ദി കർവ്. ചെയ്ത പോലെ തന്നെ കേട്ടോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ടു ദി കർവ്. ആ കർവിന്റെ ടാൻജന്റ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ടു ദി കർവ്. വിച്ച് ആർ പാരലൽ ടു, ടാൻജന്റ് പാരലൽ ടു ഈ ലൈൻ. നമ്മൾ ഇന്ന് ഒരെണ്ണം ചെയ്തതായതാ. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 21 പോലെ തന്നെയാണ്. അവിടെ നോർമലിന് പകരം ടാൻജന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 21 ചെയ്ത പോലെ തന്നെയാണ്. നോർമലിന് പകരം ടാൻജന്റ് ആണ് ചോദിച്ചേക്കുന്നത്. വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 25. കർവ് y equal to root of 3x minus 2. Equation 1. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx എന്താ ജസ്റ്റ് അതിന്റെ ഡെറിവേറ്റീവ്? റൂട്ട് എക്സ് എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. 1/2 root of 3x minus 2 into d. റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ് അതിന് എന്ത് ചെയ്യണം? into d into 3x minus 2. into derivative of 3x minus 2. Okay. റൂട്ട് എക്സ് ആണെങ്കിൽ 1/2 റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. എക്സിന് പകരം 3x minus 2 ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു എന്തോരം ജെസ്സിയ? 3x minus 2 ന്റെ ഡെറിവേറ്റീവ് 3. അപ്പൊ മുകളിൽ 3 വരും. 3 into 1 3. 3/2 റൂട്ട് ഓഫ് 3x minus 2. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. നമുക്ക് എന്താ തന്നേക്കണത്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് വിച്ച് ഈസ് പാരലൽ ടു ദി ലൈൻ. ടാൻജന്റ് ഒരു ലൈനിന് പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടിന്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് ദി ലൈൻ അല്ലെങ്കിൽ ഗിവൺ ലൈൻ 4x minus 2y plus 5 equal to 0. ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? അതിനകത്ത് ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെയാ സാലിമേ? ഈ ലൈനിന്റെ ഇക്വേഷൻ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണേ.
4x square plus 5 ആണ്. എന്തോ 4x square plus 5 ആണ്. 4x square ആ. നീ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ? എങ്ങനെയായിരിക്കും എൽവിനെ? ഈ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കാണും? ഇന്ന് ചെയ്ത കാര്യമല്ലോടവേ, ഇന്ന് നമ്മൾ ചെയ്തതാ. ഈ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കാണും? 4x - 2y + 5 = 0 എന്നൊരു ലൈൻ തന്നാൽ ആ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കാണും? പറയടാ. ശരി, y = mx + c. ഇതിന്റെ മൈക്ക് വർക്ക് ചെയ്യാനല്ലേ? എനിക്ക് മെസ്സേജ് കിട്ടിയായിരുന്നു. y = mx + c ഫോർമുല ആക്കണം. ഈ 2y അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ 4x + 5 = 2y എന്നാവും. അല്ലെങ്കിൽ 2y = 4x + 5. 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ y = 2x + 5/2. mx + c ഫോർമുല. ഇതാണ് സ്ലോപ്പ്. സ്ലോപ്പ് m = 2. y = mx + c ഫോർമുലയ്ക്ക് മാറ്റിയാൽ മതി. y = mx + c ഫോർമുലയ്ക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. സ്ലോപ്പ് = 2 ആണ്. ഇനി എന്താ പറഞ്ഞേക്കണേ? ടാൻജന്റും ഈ ലൈനും പാരലൽ ആണല്ലേ? ടാൻജന്റും ലൈനും പാരലൽ ആണ്. അപ്പൊ അതിന്റെ സ്ലോപ്സ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. Given tangent is parallel to the given line. ടാൻജന്റും given ലൈനും പാരലൽ ആണ്. Therefore slopes are equal. That is 3/2 root 3x - 2. 3/2 root 3x - 2 = 2. സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും. ഈ റൂട്ട് അപ്പുറത്തേക്ക് ഉണ്ടാവും. 3/2 = root 3x - 2 × 2 കൊണ്ട് ആ 2 താഴ്ത്തിക്ക് കൊണ്ടു കേട്ടോ. ഇങ്ങനെ വരും. ഓൾറെഡി ലെഫ്റ്റിലുണ്ടായിരുന്ന 3/2 ഇവിടെ നിർത്തി. റൈറ്റിലുള്ള 2നെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഒരു 2 താഴെ വന്നു. റൂട്ട് മറുസൈഡിലേക്കും പോയി. That is 3/4 = root 3x - 2. സ്ക്വയർ ചെയ്യാം. നമുക്ക് x കണ്ടുപിടിക്കണം. സ്ക്വയർ ചെയ്യുമ്പോൾ 9/16 = 3x - 2 എന്ന് വരും. ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 9/16 + 2 = 3x എന്നാവും. 9 16 2 32. 9 32 41/16 = 3x എന്ന് വരും. 3 ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ x = 41 ഈ 3 താഴത്തേക്ക് വരുമ്പോൾ 48 ആവും. x = 41/48 എന്ന് കിട്ടും. x = 41/48. x 41/48 ആണെങ്കിൽ y കണ്ടുപിടിച്ചേ. പോയിന്റ് കിട്ടണം. സ്ലോപ്പ് പറയാം. When x = 41/48, y = Kervin equation root of 3x - 2.
y equal to root of 3 into 41 by 48 minus 2. 3 48 വെട്ടി പോവും. 41 by 16 minus 2. That is 41 minus 32 by 16. 41 minus 32, 9 by 16. Root of 9 by 16. 3 by 4. പ്ലസ് ഓർ മൈനസ് വരും കേട്ടോ. ശരിക്കും 2 പോയിന്റ് വരും. ഞാൻ 2 കൊടുക്കണില്ല കേട്ടോ. 2 പോയിന്റ് വരും. പ്ലസ് ഓർ മൈനസ് വരും. തൽക്കാലം ഓർമ്മ എടുത്തോളൂ. 2 കൊടുത്താൽ 2 കണ്ടുപിടിക്കണം കേട്ടോ. 2 കൊടുത്താൽ 2 കണ്ടുപിടിക്കണം. അതാണ് കറക്റ്റ് മെത്തേഡ്. തൽക്കാലം ഞാൻ ഓർമ്മ എടുത്തോളൂ എന്ന് മാത്രമേ ഉള്ളൂ. 2 കൊടുത്ത് നമുക്ക് ചെയ്യാം കേട്ടോ. ഓർമ്മ എടുത്ത് ചെയ്യാതാലും നമുക്ക് മാർക്ക് കിട്ടേണ്ടതാണ്. പ്ലസ് ഓർ മൈനസ് എടുത്തില്ല. അപ്പൊ പോയിന്റ് കിട്ടി. എന്താ കണ്ടുപിടിക്കേണ്ട? ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് അല്ലേ? ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് കാണണം. പോയിന്റും കിട്ടി, സ്ലോപ്പും കിട്ടി. പോയിന്റ് ഏതാണ്? പോയിന്റ് 41 by 48, 3 by 4. താഴെ equation of the tangent passing through, equation of the tangent passing through 41 by 48 comma 3 by 4 with slope എത്രയായിരുന്നു പിള്ളേരെ? സ്ലോപ്പ് 2 അല്ലേ? വിത്ത് സ്ലോപ്പ് 2. സ്ലോപ്പ് 2 എന്നാണ് കിട്ടിയേക്കുന്നത്. y minus y naught equal to slope m into x minus x naught. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ സമയം പോലെ ചെയ്ത് എഴുതിക്കൊള്ളുക കേട്ടോ. y minus 3 by 4 equal to 2 into x minus 41 by 48 ആണ്. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ ചെയ്ത് എഴുതിക്കൊള്ളുക. ഇതാണ് ആൻസർ. ബാക്കി നമ്മൾ നാളെ ചെയ്യും കേട്ടോ. ഇനി 2 ക്വസ്റ്റിനോടെ ഉള്ളൂ. 2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനോടെ ഉള്ളൂ. അതോടുകൂടി തീരും. പിന്നെ നമ്മൾ ഇന്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ബാക്കി നമുക്ക് നാളെ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. എല്ലാ ക്വസ്റ്റിനും ഒരുപോലെയാണ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ.